എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ കഴിഞ്ഞു പോയ കുറച്ച് വീഡിയോകൾ വളരെയധികം ഡിസ്കഷന് കാരണമായ വീഡിയോസ് തന്നെയാണ്. അപ്പോൾ ആ ടോപ്പിക്കിനെ പറ്റി ഒട്ടുമിക്ക ആളുകളും വീഡിയോ കണ്ട ഒട്ടുമിക്ക ആളുകളും കമൻസിലൂടെ അവരുടേതായ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചില ആളുകൾ ആ വീഡിയോയുടെ അർത്ഥം പോലും മനസ്സിലാക്കാതെ കമൻറ്റിട്ട കുറച്ച് ആളുകൾ, നിങ്ങളുടെ കമൻസുകളെല്ലാം സ്വാഗതാർഹമാണ്. അപ്പോൾ അതിലൂടെയാണല്ലോ നമ്മൾ അറിയുന്നത് ഒരു ടോപ്പിക്കിനെ പറ്റി ഇത്രയധികം ആളുകൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. എന്താണെങ്കിലും ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കമൻസ് ഇട്ടതും വീഡിയോ കണ്ടതുമായ എല്ലാ ആളുകളോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ലൈഫിൽ മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എന്തിനാണ് വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഒരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറായത് എന്നുള്ളതാണ്. അപ്പോൾ പഴയ കാലത്തെ ഒരു വിവാഹ ജീവിതവും ഇപ്പോഴുള്ള വിവാഹ ജീവിതവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു 10 പേരെ എടുത്താൽ അതിൽ 8 പേരും ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ ഒട്ടും ഹാപ്പി അല്ലാത്തതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത് നമ്മൾ സെൻസസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നുള്ള അവരുടെ ആ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്താണ് ഇതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ടാണ് ഈ കുടുംബജീവിതത്തിൽ ആളുകൾ സന്തോഷമില്ലാതാകുന്നതും ഈ വിവാഹം കഴിച്ചതിനെ പറ്റി പിന്നീട് റിഗ്രറ്റ് ചെയ്യാൻ ഇടയാകുന്നതുമായുള്ള കാരണം എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ പഴയ കാലത്തെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് ജോലിയില്ലാത്ത ഒരു കാലമായിരുന്നു. അപ്പോൾ അവർ എന്ത് തന്നെയാണെങ്കിലും അന്നും കുടുംബങ്ങളിൽ എല്ലാവരും സന്തോഷമായി ജീവിക്കുമായിരുന്നു എന്നൊന്നും ഞാനൊരിക്കലും അഭിപ്രായപ്പെടുന്നില്ല. പല സ്ത്രീകളും ദുഃഖം പേറി അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ആ ഒരു ജീവിതത്തിൽ സന്തോഷമില്ലാതെ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ പോകാൻ ഇടമില്ലാതെ മാർഗമില്ലാതെ വിവാഹ ജീവിതത്തിൽ അവർ പിടിച്ചു തൂങ്ങി ഹസ്ബൻഡിൽ നിന്ന് മാത്രമേ അവർക്കൊരു സപ്പോർട്ട് കിട്ടാനുള്ളൂ, അല്ലാതെ മറ്റാരും നമുക്ക് സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ ആ ഒരു വിവാഹബന്ധത്തിൽ തുടരേണ്ടുന്ന അവസ്ഥയാണ് മിക്ക ആളുകൾക്കും ആ പഴയ കാലത്ത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ പല നമ്മുടെ പഴയ കാലത്തെ ആളുകളോടും സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത്, ഇങ്ങേരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുണ്ട്, പക്ഷേ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ സഹിച്ചതാണ് എന്നാണ് മിക്ക ആളുകളും പറയുന്നത്. എന്നാൽ അതിന് വൈരുദ്ധ്യമായിട്ട് കുറേയധികം നല്ല ബന്ധങ്ങളും ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചോദിക്കും, ഇന്നത്തെ തലമുറ എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് വഷളായി പോകുന്നത് എന്നുള്ള രീതിയിൽ പഴയ തലമുറ ചോദിക്കും. പക്ഷേ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്, പഴയ തലമുറയിലും ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലമായതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ അടിച്ചമർത്തപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതലും അറിയാതെ പോയിരുന്ന ഒരു സമയം. അതുപോലെ തന്നെ ഈ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും എന്നുള്ള രീതിയിൽ ഇപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും സ്ത്രീകളെ കുറ്റം പറയുന്ന ഒരു കാലമായിരുന്നു പണ്ട്. അതുകൊണ്ട് തന്നെ എത്ര സന്തോഷമില്ലാത്ത വിവാഹ ജീവിതത്തിൽ നിന്നും അവർക്ക് പുറത്തേക്ക് കടക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ അവരവിടെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ടാണ് കൂടുതലും പഴയ കാലത്ത് ഡൈവോഴ്സുകളും അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ കാര്യങ്ങളുമെല്ലാം മറ്റുള്ളവർ അറിയാതെ ആയിപ്പോയതിൻ്റെ കാരണം. അതിനർത്ഥം പണ്ടും വിവാഹ ജീവിതത്തിൽ എല്ലാവരും സന്തോഷമായി ജീവിച്ചു എന്നുള്ളതല്ല. അന്നത്തെ ആ ഒരു സൊസൈറ്റിയിലെ സ്ത്രീകൾ വളരെയധികം കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. അത് തന്നെയാണ് കാര്യം. അന്നത്തെ കാലത്ത് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്ന വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. എന്നാൽ പുരുഷ അധീനതയിൽ ആയിരുന്നു അന്ന് സ്ത്രീകൾ ജീവിച്ചിരുന്നത്. പുരുഷന്മാരുടെ ആ ഒരു മേധാവിത്വത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകളാണ് പഴയ കാലത്ത് കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി.
കാലം മാറിയതിനനുസരിച്ച് നമ്മുടെ സൊസൈറ്റി മാറി, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് മാറി, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നിലനിൽപ്പ് തന്നെ മാറി വരികയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ വിവാഹ ജീവിതത്തിൽ കൂടുതലും ആളുകൾ സന്തോഷമില്ലാതെ ആകാനുള്ള ഒരു റീസൺ എന്ന് പറയാനായിട്ട് കാരണം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ, നമ്മൾ പഴയ കാലത്താണെങ്കിൽ ആൺകുട്ടികളെ അമ്മമാർ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ കൂടുതൽ കരുതും. കാരണം ആ ആളാണ് കുടുംബം നടത്താൻ പോകുന്ന ആളാണ്, ആ ആളാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. അപ്പോൾ ആൺകുട്ടികൾക്ക് ഭക്ഷണത്തിൽ തന്നെയാണെങ്കിലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേർതിരിവ് കൽപ്പിച്ചിരുന്ന ഒരു കാലമാണ്. ഇപ്പം മുട്ടയെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആൺകുട്ടികൾക്ക് മുട്ട കൊടുക്കുകയും പെൺകുട്ടികൾക്ക് സാധാരണ കറികൾ കൊടുക്കുകയും ചെയ്യുന്ന പല വീടുകളും പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അതായത് ആൺകുട്ടികളെ അതുപോലെ കൺസിഡർ ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ പെൺകുട്ടികളെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയും അടിച്ചമർത്തപ്പെട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവരെ മറ്റൊരു വീട്ടിൽ ചെന്നാലും അവർക്ക് ആ ഒരു വേർതിരിവ് ചെയ്താൽ പോലും അവർക്കത് അത്ര ഫീല് ചെയ്യുന്ന ഒരു കാലമല്ല അത്. പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ 2 കുട്ടികളുണ്ടെങ്കിൽ, ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഒരേപോലെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, അവരെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ സ്വാതന്ത്ര്യമായിട്ട്, അവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള ഒരു സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവർക്ക് ഏത് കാര്യവും അവരുടേതായി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാലമാണ് ഇന്ന്. അങ്ങനെയാണ് മാതാപിതാക്കൾ കുട്ടികളെ ഇന്നത്തെ കാലത്ത് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ പഴയ കാലത്താണെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന കോഴ്സ് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന ഡയറക്ഷനിൽ നമ്മൾ ജീവിക്കണം, മാതാപിതാക്കൾ കാണിച്ചു തരുന്ന ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു കാലമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കുട്ടികൾക്ക് ഒരു ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ അവർക്കറിയാം അവരെന്താണ് ആയി തീരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് പഠിക്കാനിരിക്കുന്നത്, അവരുടെ അഭിരുചി എന്താണ്. അപ്പോൾ അവർ ഡാൻസ് കളിക്കാനാണ് താല്പര്യമെങ്കിൽ എനിക്ക് ഡാൻസ് കളിച്ച് അങ്ങനെ അതൊരു പാഷനായിട്ട് കൊണ്ടുപോയി അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് തുറന്നു പറയാനും അത് അംഗീകരിക്കാനുള്ള മനസ്ഥിതിയും ഇന്നത്തെ കാലത്തെ മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് പേരൻസ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ആൺ മേൽക്കോയ്മയിൽ ജീവിക്കുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആൺകുട്ടികൾ അപ്പോൾ ആ പഴയ രീതിയിലുള്ള തൻ്റെ വീട്ടിൽ തൻ്റെ ഫാദർ അല്ലെങ്കിൽ തൻ്റെ അപ്പൻ ചെയ്തു വരുന്ന കാര്യങ്ങൾ കണ്ട് വളർന്ന ഒരു ആൺകുട്ടി അത് കല്യാണം കഴിഞ്ഞ് അതേ ഒരു സ്വഭാവ രീതി ഇപ്പോൾ വരുന്ന തലമുറയിലുള്ള ഒരു പെൺകുട്ടിയോട് അത് കാണിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പെൺകുട്ടി അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. കാരണം അവൾ സ്വാതന്ത്ര്യമായിട്ട് അവളുടെ വീട്ടിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ സ്വാതന്ത്ര്യത്തെയും അവളുടെ അഭിപ്രായത്തെയും മാനിക്കാത്തിടത്തോളം കാലം അതിനെ അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് ഒരു പെൺകുട്ടിയും തയ്യാറാകില്ല. അത് തീർച്ചയായിട്ടും അവർ ലോകം ആൺകുട്ടിയെ പോലെ തന്നെ ലോകം ഇപ്പോൾ കാണുന്നു, കൂടുതൽ ആളുകളെ പരിചയപ്പെടുന്നു, ഈ ലോകത്തിൽ നടക്കുന്ന എന്താണെന്ന് ഒരേപോലെ തന്നെ ആൺകുട്ടിയെപ്പോലെ തന്നെ ഇന്നത്തെ സ്ത്രീകളും തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് വിവാഹബന്ധത്തിൽ വന്നാലും അഭിപ്രായത്തിനും സ്വാതന്ത്ര്യത്തിനും എല്ലാം തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് സന്തോഷകരമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഭാര്യ എന്നൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊരു വ്യക്തിയെ ആ വ്യക്തിയായിട്ട് കണ്ടില്ല, അല്ലെങ്കിൽ അവൾ എൻ്റെ അടിമ, അല്ലെങ്കിൽ അയാൾ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് ശഠിക്കുന്ന ഒരു ദാമ്പത്യ ബന്ധത്തിലാണ് തീർച്ചയായിട്ടും വിള്ളലുകൾ വീഴുവാനുള്ള കാരണം. നമ്മളുടെ ചുറ്റുപാടും കാണുന്ന കുറേ വിവാഹ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ നമ്മൾ നേരിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം. നമ്മൾ പുറത്ത് കാണുന്ന പല വിവാഹ ബന്ധങ്ങളും പല കുടുംബ ജീവിതങ്ങളും ഒരിക്കലും അവർ സന്തോഷകരമായിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ളത് അവരുമായിട്ട് ക്ലോസ് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അയർലൻഡിൽ ഞാനിപ്പോൾ കാണുന്ന കുറേ അധികം ഫാമിലിയിൽ വരുന്ന പല കാര്യങ്ങളാണ് ഇപ്പം നാട്ടിലുള്ളതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള
ഒരു പ്രശ്നങ്ങളാണ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ ഇവിടെ അയർലൻഡിൽ കാണുന്നത്. അയർലൻഡിൽ എന്ന് പറഞ്ഞാൽ പുറത്ത് വന്ന് താമസിക്കുന്ന ആളുകളിൽ എപ്പോഴും നമ്മൾ വരുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ രീതി, ഇതെല്ലാം വെച്ച് നമ്മളുടെ പ്രശ്നങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും ഓരോ സ്ഥലത്തും. ബേസിക്കായിട്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ പോലും നമ്മൾ താമസിക്കുന്ന ആ ഒരു ലിവിങ് സ്റ്റൈല് ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുറേ ഫാമിലിയിൽ, അതായത് യങ് ജനറേഷനിൽ വന്നിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളാണ് ഞാനിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചു. ആ കുട്ടിക്ക് 2 ചെറിയ കുട്ടികളാണ് അവർക്കുള്ളത്. അപ്പോൾ മൂത്ത കുട്ടിക്ക് 5 വയസ്സും രണ്ടാമത്തെ കുട്ടിക്ക് 2 വയസ്സുമാണ് ഉള്ളത്. അപ്പോൾ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഹാപ്പിയായിട്ട് എപ്പോഴും അവർ ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്യുകയും വളരെ സന്തോഷകരമായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുകയും ബർത്ത്ഡേ പാർട്ടി എല്ലാം ആളുകളെ എല്ലാം വിളിച്ച് നടത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. കുറേ നാളുകളായിട്ട് സംസാരിക്കുമെങ്കിലും അവരുടെ ഒരു ഫാമിലിയിലേക്ക് നമ്മൾ ഒരു കാര്യങ്ങളും അന്വേഷിക്കാറില്ല, പറയാറില്ല. അപ്പോൾ നമുക്ക് അവരെ പറ്റി അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു, നല്ലൊരു കുടുംബം, കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കുട്ടി ഒരു ദിവസം വളരെയധികം അപ്സെറ്റായി കണ്ടു ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചോദ്യം ആ കുട്ടി കേൾക്കേണ്ട താമസം തന്നെ അതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ ജീവിതത്തിൽ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പറ്റിയത്, വിരോധമില്ലെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇരുപേരും യാതൊരു അടുപ്പവുമില്ലാതെയാണ് ആ വീട്ടിൽ താമസിക്കുന്നതെന്ന്. അപ്പോൾ ഇവർക്ക് എങ്ങനെയോ 2 കുട്ടികളുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അവർ തമ്മിൽ യാതൊരു തരത്തിലും ഫിസിക്കലിയും മെൻ്റലിയും യാതൊരു അറ്റാച്ച്മെൻറ്റുമില്ല. ഫാമിലിയെയും നാട്ടിലുള്ള വീട്ടുകാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ 2 പേരുടെ മ്യൂച്വലായിട്ട് നടത്തുന്ന ഒരു ഡ്രാമയാണ് ഈ ഫോട്ടോഷൂട്ടും ഈ ആളുകളെ വിളിച്ചുള്ള ഈ സന്തോഷ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും എന്ന് ആ കുട്ടി എന്നോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയുന്നത് ഇവർ തമ്മിൽ മാനസികമായിട്ട് യാതൊരു തരത്തിലും ചേർന്ന് പോകാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഈ കുട്ടിയുടെ സങ്കല്പത്തിലെ ഒരു ഭർത്താവല്ല അദ്ദേഹം. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹവും പറയുന്നത് ഈ കുട്ടി പുള്ളിയുടെ സങ്കല്പത്തിലുള്ള ഒരു ഗേളല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ തമ്മിൽ യോജിച്ച് കഴിഞ്ഞ് ഇവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് ഈ കുട്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല ഇദ്ദേഹം ചെയ്യുന്നത്, ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഈ കുട്ടി ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇത്രയധികം പ്രശ്നം, എന്താണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തത്, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടോ, വീട്ടിലെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം മദ്യപാനിയാണോ, അല്ലെങ്കിൽ അദ്ദേഹം കുട്ടികളെ സ്നേഹിക്കാറില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതെല്ലാം അദ്ദേഹം ചെയ്യാറുണ്ട്, മദ്യപിക്കില്ല, അതുപോലെ കുട്ടികളെ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പിന്നെയും ആ കുട്ടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് യോജിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമ്മൾ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും അതിൽ നിന്ന് മാറി നമുക്ക് മറ്റൊരാളെ കണ്ടെത്താനുള്ള ഓപ്ഷൻസ് ഇല്ല. പക്ഷേ റിയലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ തുടരുന്നതിൽ കാര്യമില്ല. പക്ഷേ ഇത് കേട്ടിടത്തോളം എനിക്ക് നിങ്ങൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറയുകയാണ് ഇവർ തമ്മിൽ യാതൊരു രീതിയിലും വഴക്കില്ല, പക്ഷേ ഇവർ തമ്മിൽ സംസാരമേ ഇല്ല. വീട്ടിൽ ഇവർ തമ്മിൽ യാതൊരു സംസാരവുമില്ല, ഇവർ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനുമില്ല. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അവളുടെ സ്വന്തം ലോകത്ത് കുട്ടികൾ ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം വന്നു കഴിയുമ്പോഴേ തന്നെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹവും കുട്ടികളുമായിട്ട് ജീവിക്കുന്നു. അല്ലാതെ ഇവർ തമ്മിലൊരു സംസാരമോ ഇവരുടെ ജോലിക്കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവർ ആ അന്നത്തെ ദിവസം എങ്ങനെ ചെലവഴിച്ചെന്നോ യാതൊരു കാര്യത്തിലും ഇവർ തമ്മിൽ സംസാരമില്ല. പുള്ളിക്കാരിയാണെങ്കിൽ പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് കഴിക്കുന്നു.
അതിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ ആ ഫുഡ് പോലും എടുക്കത്തില്ല, പുള്ളി വേറെയും കുക്ക് ചെയ്യുന്നു. എനിക്കിത് കേട്ടിട്ട് അതിശയമാണ് തോന്നിയത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അമ്മായിയമ്മയും മരുമകളും 2 കലം വെച്ചു എന്നുള്ള രീതിയിൽ. അതും ഇവിടെ വന്ന് ചെറിയ കുട്ടികളുമായിട്ട് താമസിക്കുന്ന ഒരു ഫാമിലിയുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ മറ്റു ഫാമിലികളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൂടുതലും ഒരു റീസൺ ഉണ്ട്. അവരുടെ വിവാഹബന്ധം തകർന്ന് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം സന്തോഷമല്ലാതെ പോകുന്നതിന് പിന്നിൽ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കാരണവുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷേ അവർക്കിടയിൽ കാരണമുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് പ്രഥമ ദൃഷ്ടിയാൽ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ നന്നായി സംസാരിക്കൂ, നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളെയാണ് കെട്ടിയത് എന്ന് ബോധ്യപ്പെട്ടു എന്നാലും നമുക്ക് അവരെ ഇഷ്ടപ്പെടുത്തി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമല്ലോ. നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും എല്ലാം തുറന്നു പറയുകയാണെങ്കിൽ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം നമ്മളിപ്പം ഒരു കുടുംബത്തിൽ ഒരമ്മയുടെ വയറ്റിൽ വളർന്ന മക്കൾ തമ്മിൽ തന്നെ യോജിച്ചു പോകാത്ത രീതിയിലുള്ള പലവിധ പ്രശ്നങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സഹോദരങ്ങളുടെ സ്വഭാവം അല്ലായിരിക്കുമല്ലോ നമ്മളുടെ സ്വഭാവം. അപ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിൽ തന്നെ ഇത്രയും വ്യത്യാസമുള്ള ഒരു സ്ഥിതിക്ക് മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളുടെ ആ ഒരു സ്വഭാവമായിട്ട് നമ്മൾ യോജിച്ചു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു കുടുംബ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 2 സൈഡിൽ നിന്നും നല്ല കോംപ്രമൈസ് ആവശ്യമാണ്. ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യങ്ങളുണ്ട്. അമിതമായ മദ്യപാനം, മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സ്വഭാവ സവിശേഷതകൾ, ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളുകൾ, അതുപോലെ മക്കളെ നോക്കാതെ വീട് ശ്രദ്ധിക്കാത്ത ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഇങ്ങനെയുള്ള കാരണങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ആളുമായിട്ട് തുടർന്ന് പോകാൻ പറ്റില്ല. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചെറുതല്ല എന്നാൽ വലിയതായ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമുക്ക് സെറ്റിലാകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് കാണുന്ന ജനറേഷൻ, അതായത് 10 വയസ്സിന് താഴെ ജീവിക്കുന്ന ഇപ്പോഴത്തെ ഒരു കപ്പിൾസ്, അവർ പറയുന്നതാണ് ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നത്. എന്തിനാണ് കല്യാണം കഴിച്ചത്, കല്യാണം കഴിക്കാതിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ എത്രയോ സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചേനെ എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും കല്യാണത്തിന് ഒട്ടും തയ്യാറാകുന്നില്ല. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന ധാരാളം കുട്ടികളുണ്ട്, ധാരാളം ഫാമിലിയുണ്ട്, പെൺകുട്ടികൾക്ക് കല്യാണമേ വേണ്ട. അവർക്ക് ഇങ്ങനെയൊരു കമ്മിറ്റ്മെൻറ്റിൽ ഏർപ്പെട്ട അവരുടെ സന്തോഷത്തെ കളയുവാനായിട്ട് ആർക്കും തന്നെ താല്പര്യമില്ല. അവരെ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കണം. അപ്പോൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തണം. ഇന്നത്തെ കാലത്ത് ഞാൻ പല പെൺകുട്ടികളെയും കാണുന്നുണ്ട്, അവർ 10-29 വയസ്സാകുമ്പോഴത്തേക്കും അവർ ലൈഫിലൊന്ന് സ്റ്റേബിൾ ആകുമ്പോൾ സ്വന്തമായി കാറ് മേടിച്ച് അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഫ്ലാറ്റ്, ഒരു റൂം, അങ്ങനെയൊക്കെ 1-2 റൂമായിട്ട് ഒരു ഫ്ലാറ്റ് മേടിച്ച് അവരവരുടെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയി വളരെയധികം എൻജോയ് ചെയ്ത് ലൈഫ് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു കല്യാണത്തോടെ അവരുടെ എല്ലാത്തിനും റെസ്ട്രിക്ഷൻ വെക്കാനും അതുപോലെ എവിടെ പോകണമെങ്കിലും അനുവാദം ചോദിച്ചു പോകുവാനും അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഈ ഒരു ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസ്, ഇപ്പം നമ്മളുടെ കൂടെ വരുന്ന പാർട്ട്ണർ നമ്മളുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിതം അതായത് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ വലിക്കേണ്ടതാവുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയൊരു ജീവിതത്തിലേക്ക് ഇന്ന് വിദ്യാഭ്യാസമുണ്ടായി പഠിച്ചു വരുന്ന പെൺകുട്ടികൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുവാനായിട്ട് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് കാരണം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലെന്ന് പറഞ്ഞാൽ വിവാഹം വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുമെങ്കിലും നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ട് നൽകുന്ന അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷങ്ങളെല്ലാം തള്ളിക്കെടുത്തുന്ന, നമ്മൾക്ക് സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന വിവാഹബന്ധം ലഭിക്കുന്നതിലും നല്ലത് അങ്ങനെ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പല ജീവിതങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ കൂടുതലും ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഒരു ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ സന്തോഷങ്ങളെ എല്ലാം ത്യജിക്കണം എന്നല്ല, എന്നിരുന്നാൽ പോലും നമ്മൾ മറ്റൊരു വീട്ടിലെ മറ്റൊരു വ്യക്തി, മറ്റൊരു സ്വഭാവ സവിശേഷതകളുള്ള ആളുമായിട്ട് ജീവിതം പങ്കിടുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളെ കുറച്ച് പരിഗണിക്കുകയും നമ്മളുടെ ഇഷ്ടങ്ങളെ കുറച്ചെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും രണ്ട് സൈഡിൽ നിന്ന്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും രണ്ട് സൈഡിൽ നിന്നും അവരുടെ വ്യക്തിത്വത്തെയും സന്തോഷങ്ങളെയും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷമകരമായ ദാമ്പത്യബന്ധം സംഭവിക്കുകയും കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് മറ്റ് സാഹചര്യങ്ങളാൽ നിവൃത്തിയില്ലാതെ വരികയും ചെയ്യുമ്പോൾ അതിൽ തന്നെ കടിച്ചു തൂങ്ങേണ്ടതാകുന്ന ഒരു വലിയ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സന്തോഷകരമല്ലാതെ നമ്മുടെ ജീവിതം മുഴുവൻ നരകമായി ജീവിച്ചതുകൊണ്ട് എന്താണ് കാര്യം? നമ്മളുടെ കുഞ്ഞുങ്ങളും അത് കണ്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരത് കണ്ടാണ് അവരുടെ ജീവിതത്തിലും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ എല്ലാം അത് ബാധിക്കും. ഇങ്ങനെ ഹസ്ബൻഡും വൈഫും തമ്മിൽ യാതൊരു രീതിയിലും സമാധാനവും സന്തോഷവും ഇല്ലാത്ത കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾ അവർ ഇൻസെക്യൂർ ആയിരിക്കും. അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാനും അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള എല്ലാ കഴിവുകളും ഉള്ള കുട്ടികളാണെങ്കിലും അതെല്ലാം നശിച്ചു പോകും. അവർ എപ്പോഴും ഒരു കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് വിധേയരാകുന്ന കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ, അതായത് വിവാഹ ബന്ധത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പെട്ടെന്നൊരു ദിവസം കണ്ട് പെട്ടെന്നൊരാളെ വിവാഹം ചെയ്യാൻ ശ്രമിക്കാതെ അവരെ മനസ്സിലാക്കുകയും അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് നാളെങ്കിലും നിങ്ങൾ അവരുടെ സ്വഭാവ രീതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് മാത്രം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വീർപ്പുമുട്ടി വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വിഷമിക്കുന്ന അടക്കിപ്പിടിച്ച ഒരു ദാമ്പത്യ ബന്ധത്തിലൂടെ തുടരേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരികയില്ല, ഞാൻ എന്തിന് കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എൻ്റെ കഴുത്തിൽ ഈ കൊലക്കയർ ഇട്ടുകൊടുത്തത് എന്ന് ചോദിക്കേണ്ടി വരില്ല. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ ഇനി വീണ്ടും കാണാം. താങ്ക് യു.